യെസ്, സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെ പറഞ്ഞ റെക്കോർഡിൽ വന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള റെക്കോർഡിൽ വരുന്നത് കാരണം മറന്നുപോയി. എനിവേ, നോ പ്രോബ്ലം. നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തൊക്കെ പോകും. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും മിസ്സായാലും ഡോൺ വറി, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ പറഞ്ഞു വരുന്നത്, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം നമ്മളെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവരില്ല. നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രശ്നം അല്ല കൊണ്ടുവരുള്ളൂ. അതാണ് അതിന്റെ ബേസിക് സെറ്റപ്പ്. അങ്ങനെയാണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി എമോഷണൽ, നമ്മുടെ ഉള്ളിലുള്ള എന്തൊരു എമോഷണൽ പ്രശ്നങ്ങളാണെങ്കിലും, ബിഹേവിയർ പ്രോബ്ലംസ് ആണെങ്കിലും, പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആണെങ്കിലും, ഇറ്റ് ഈസ് അറ്റ് ദി എൻഡ്, ഈസ് ഇറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ്? ലോകാവസാനം അല്ലെ? ജീവിതത്തിന്റെ അവസാനം? നോ. ലൈഫിലെ ഹാപ്പിനെസിന്റെ അവസാനം? അല്ല. ജീവിതത്തിന്റെ ഹാപ്പിനെസ് ഇസ് മൈ ബർത്ത് റൈറ്റ്. ഇത് പറഞ്ഞപ്പോ ഒരു ഒരു മത തലീകരിയടുത്ത് ഭയങ്കര തർക്കം. ഹാപ്പിനെസ് ഈസ് മൈ ബർത്ത് റേറ്റ്. അപ്പൊ സ്വഹാബിമാർ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, പൊന്നാര ചങ്ങ, ഇത് തീരുന്നു പോയി പഠിച്ചു വാ. ഈ മുല്ലക്കന്മാരെ വേല കേട്ടത് ഒക്കെ തന്നെ എന്റെ തലയിൽ കയറുള്ളൂ. ഹാപ്പിനെസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയണേ, എന്ത്? ഇഹലോകത്തൊരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിക്കാത്ത ഒരാൾക്ക് പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. മക്കളെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇഹലോകത്ത് നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരലോകത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ, ഖബറിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇഹലോകത്ത് നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് മരിക്കുന്നത്, അതേ അവസ്ഥയിൽ അവിടെ വരിക. അവിടെ പിന്നെ ചെയ്യാൻ പോണില്ല. ഈഹലോകത്ത് നിങ്ങളൊരു കഷ്ടിച്ചരിഷ്ടിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഈ ഒരു നരകിച്ചൊക്കെ ജീവിച്ചാൽ കബറിലും നിങ്ങൾക്ക് നരകായിരിക്കും, നരകത്തിലും നരകം, അതിനുശേഷം നരകായിരിക്കും. ഈഹലോകത്ത് സന്തോഷമുള്ളൂ. അപ്പൊ ഇബ്നു തൈമിയ്യ പറയാണ്, കാലൽ മുഹിബീൻ, അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്ന സലഫ് സാലിഹ്യങ്ങൾ പറയുകയാണ്, എന്ത്? ഇഹലോകത്ത് സ്വർഗമുണ്ട്, അതിൽ പ്രവേശിച്ച ഒരാൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇഹലോകത്തെ സ്വർഗം എന്താ? അൽ ഇൽം, നോളജ്. അപ്പൊ അഫ്ദലുൽ ഉലമ കഴിഞ്ഞ പോരെ? ഇല്ല, അതിലൊന്നും കിട്ടാൻ പോണില്ല. അറിവ് എന്ന് പറഞ്ഞത് വെറും മതപരമായ അറിവ് മാത്രമല്ല. അവിടെ നിങ്ങൾക്ക് മണ്ടത്തരത്തിന്റെ വിഡ്ഢിത്തത്തിന്റെ കൂമ്പാരങ്ങൾ തലയിൽ കിടക്കുന്നത്. നിങ്ങളെ തലയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് വളരാനും പറ്റൂ. അറിവ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ തലയിൽ നിന്ന് ഒഴിവാക്കിയേക്ക്. അറിവ് എന്ന് കേട്ടാൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ ഉണ്ടാവുമല്ലോ, അതിലെ ഓരോ മൗര്യമാരെ ഇങ്ങനെ 24 മണിക്കൂർ ഫ്രിഡ്ജുമ്പോ ടി വി വെക്കും. ചില സ്ത്രീകളുണ്ട്. ഇപ്പൊ നാളെ ഒരു കുട്ടി പറയാം, ഓ ചെല്ലൂല അമ്മായിന്റെ വീട്ടിക്ക്, ഇത് 24 മണിക്കൂറും പ്ലഗ് ഇങ്ങനെ കറണ്ട് കൊടുത്തിട്ട് ഒരു മൊബൈലിൽ പീസ് റേഡിയോ കൽപ്പിക്കുന്ന പണിയാണ്. പീസ് റേഡിയോ 24 മണിക്കൂർ സ്വൈരക്കേട് ആണ്, ചെല്ലാൻ തന്നെ പറ്റൂല. കുട്ടിന്റെ വാപ്പാന്റെ പെങ്ങളെ വീട്ടിൽ കുട്ടി പറയാം. എന്നിട്ട് എന്താ പ്രശ്നം? ഒക്കെ ഇല്ലാത്ത അസുഖമൊന്നുമില്ല, ഉണ്ടാവും. കാരണം എന്താ? അല്പജ്ഞാനം വിധവക്തി രോഗയായി മാറുകയാണ്. ഓർക്കുള്ള അസുഖത്തിന് പിന്നെ വേറെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നു. പറഞ്ഞു മനസ്സിലല്ലേ? അത് മാത്രമല്ല, ഈ ഡിവൈസ് കൊണ്ട് വെച്ചതോടുകൂടി എന്തായി, അവളുടെ ഡിസോർഡർ സ്പിരിച്വാലിറ്റിയില്ല. ഈ ഡിവൈസിൽ വെച്ചപ്പോൾ കിട്ടി, അവളെ മൈൻഡും ബോഡിയും സോളും ഒന്നും അല്ലാത്ത ഒരു ഫംഗ്ഷനാണ് സ്പിരിച്വൽ ഫംഗ്ഷൻ നടക്കുന്നത്. അവിടെ സ്പിരിച്വൽ ഡിസോർഡർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അറിവ് പഠിക്കുക. അതെന്ത്? അത് ലോകത്ത് ജീവിക്കാനുള്ള അറിവും, ആ ജീവിക്കുമ്പോൾ ഈമാനോട് കൂടി ജീവിക്കാനുള്ള അറിവും. ഈമാനോട് ഉണ്ട്, പക്ഷെ ലോകത്ത് ജീവിക്കാൻ അറിയില്ലെങ്കിൽ, അതാണ് ഉലമാക്കള് ഇപ്പൊ ഒരു 100 കണക്കിന് ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്. ഉലമാക്കള് ദുനിയാവിന്റെ അറിവ്, ദുനിയാവിന്റെ ഓരോ കാലഘട്ടത്തിലെ ദുനിയാവിന്റെ അറിവില്ലാത്ത ഒരുത്തന് മതപരമായ അറിവുണ്ടായാൽ അവനെ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഈ മതപരമായ അറിവ് നടപ്പാക്കേണ്ടത് സമുദായം, സമൂഹം, കുടുംബം, ബന്ധം, ഇത് ലോകത്ത് ജീവിക്കുന്നവരാ. അവരോട് വല്ലൊരു സിങ്ക്രണൈസ് ചെയ്യാതെ, അവരായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ നല്ല ഉപദേശം കൊടുത്തിട്ട് സ്വീകരിക്കുന്നില്ലേ? പ്രോബ്ലം മക്കളുടെ ഉള്ളില് നെഗറ്റിവിറ്റി ഉണ്ട്. അത് എവിടുന്ന കിട്ടുന്ന? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇതിന്റെ എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയും 70% ഇതാ. നമ്മുടെ ഉള്ളിലുള്ളതാണ് 70% മക്കളിൽ എത്തുന്നത്. നമ്മൾ സംസാരിക്കുന്നതാണ് 30% ഉള്ളു മക്കൾക്ക് എത്തുന്നത്. ബാക്കി 70% നമ്മളെ എമോഷണൽ ട്രാൻസ്ഫറൻസാ. പറഞ്ഞുതരാം. മെറ്റാഫിസിക്കൽ പാരന്റിംഗ് ഞാൻ പറഞ്ഞുതരാം, ഡീ പാരന്റിംഗിൽ. യെസ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ, അറിവ്, ആ അറിവാണ് ഇഹലോകത്തെ സ്വർഗം. ആ അറിവ് എനിക്ക് എന്റെ അറിവ്, എന്റെ മക്കളുടെ, എന്റെ കുടുംബത്തിന്റെ, എന്റെ സിസ്റ്റേഴ്സ്, എന്റെ ബ്രദേഴ്സ്, എന്റെ യെസ്, ഞാൻ ഇവരെ അറിവിന് പ്രാധാന്യം കൊടുത്താൽ പിന്നെ മതി വരെ വീടിനും പിന്നെ ഗേറ്റിനും വണ്ടിക്കൊക്കെ, അതൊക്കെ പിന്നെയാണ്. അറിവ് അങ്ങനെ നമ്മൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുക എന്നുണ്ടല്ലോ, സ്റ്റുപ്പിഡിറ്റി. മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഓ, ദെൻ യു ആർ ദ മോസ്റ്റ് ഫൂൾ ഇൻ ദ വേൾഡ്. ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി സ്നേഹിക്കും. ഓ, ദേ ആർ ദ സ്റ്റുപ്പിഡ് ഇൻ ദ വേൾഡ്, ടോപ്പ് സ്റ്റുപ്പിഡ് ഇൻ ദ വേൾഡ്. ഒരു മനുഷ്യന് ഒരാൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവനെ നിന്നെ ഞാൻ വിളിക്കുന്നത് വിഡ്ഢിയാണ്. നോ, മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യടാ. നിന്റെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യേ.
നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്യേ, നിന്റെ വ്യക്തിത്വത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേ, നിന്റെ എമോഷണൽ വെൽബീയിങ്, നിന്റെ മാനസിക ക്ഷേമത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേ, നിന്റെ ബുദ്ധിയുടെ വളർച്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യേ, നിന്റെ ശരീരത്തിന്റെ വളർച്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യേ, നിന്റെ ഫുഡ് സ്റ്റൈൽ മാറ്റ്, നിന്റെ എക്സർസൈസ് സ്റ്റൈൽ മാറ്റ്, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റ്, നിന്റെ തിങ്കിങ് സ്റ്റൈൽ മാറ്റ്, നിന്റെ പഠിക്കുന്ന സ്റ്റൈൽ മാറ്റ്, നിന്റെ ടൈം ടേബിൾ മാറ്റ്, നീ ഉറങ്ങുന്ന സമയം മാറ്റ്, നീ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് എന്ത് കഴിക്കുന്നു എന്ന് അറിയണം. 18ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിലുണ്ടായ 80% കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ഇന്ന് കാര്യമില്ല. ഇന്ന് 30% വേറെ ആവശ്യമില്ല. അതുകൊണ്ട് ഫുഡ് സ്റ്റൈലിൽ മാറ്റ്. ഇങ്ങനെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മളെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദിസ് ഇസ് കാൾഡ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ്, അറിവ്. അങ്ങനെ വരുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും ഇങ്ങോട്ട് വരും. നമ്മൾ പോയി കൊണ്ടുവരണ്ട. അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസം കെയർ ചെയ്യാതെ, വാപ്പാക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിനി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ 10ാം ക്ലാസ്സിൽ നിർത്തിക്കാണ്ട് വാപ്പാന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി, അല്ലെങ്കിൽ വാപ്പാന്റെ ബേക്കറി പോയി. ഈ ബേക്കറിയിലേക്ക് നടക്കേണ്ടി വരും. പാപ്പാന്റെ ബേക്കറി അല്ല ഇവിടെ പ്രാധാന്യം, ഇവിടെ വിദ്യാഭ്യാസം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന് അവന്റെ അറിവ്, അവന്റെ മക്കളുടെ അറിവ്, അവന്റെ സംസ്കാരം, മക്കളുടെ സംസ്കാരം, അവരുടെ ഉയർച്ച, വളർച്ച. അതാണ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീടും കാറും വലിയ മതിലും ഒക്കെ ഓട്ടോമാറ്റിക്കായി നമ്മളിൽ വന്നു വരും. നിങ്ങൾ ഇതില്ലാതെ അതിന് നടന്നാൽ അവിടെയും വരെ അത് നടക്കാൻ പോകുന്നില്ല, ഇത് നടക്കാൻ പോകുന്നില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? സോ നോളജ് ഇസ് സൊല്യൂഷൻ ഫോർ ആൾ യുവർ പ്രോബ്ലംസ് ഞാൻ പറയാനുള്ള കാരണമുണ്ട്. സോ നമ്മൾ പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്യുക. സോ വാട്ട് റിയലി ബ്ലോക്കസ്, നമ്മൾ ശരിക്കും തടസ്സപ്പെടുത്തുന്നത് എന്താ? ശരിക്കും നമ്മളും തടസ്സപ്പെടുത്തുന്ന നമ്മളോ ചിന്തയാണ്, നമ്മളെ വിശ്വാസം, നമ്മളെ വികാരം. നമുക്ക് ചില വിശ്വാസ വിചാര വികാരം ഉള്ളിൽ അത് വാപ്പാന്മാരായിട്ട് കൊണ്ടുവന്നതാ. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാത്തതാണ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇല്ലടോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എനിക്ക് എന്റെ ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടില്ല. കിട്ടിയതിനെ വളരണം. കാനലിൽ ഒന്നും വളരാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയോ, ഒരു സാധനം കാനലിൽ നിങ്ങൾ വെയില് തടഞ്ഞു വെച്ചു, കാനലിലൊന്നും വളരാൻ പോകുന്നില്ല. എന്നതുപോലെ നമ്മളുടെ മക്കൾക്കും നമുക്കും ഇതുപോലുള്ള നെഗറ്റീവ് തോട്ട്സുകളും ഇതെല്ലാം കോൺസെപ്റ്റ് ഒഴിവാക്കിയാലേ നമുക്ക് ഉയരാനും വളരാനും പറ്റുള്ളൂ. അവർ പ്രോബ്ലം ഡു നോട്ട് ഹാവ് ദ ലൈഫ് മോർ ദാൻ വാട്ട് വി ഗിവ് ടു ദം. നമ്മളെ പ്രശ്നത്തിന് നമ്മൾ കൊടുക്കുന്ന ആയുസിന് അപ്പുറത്തേക്കില്ല. നമ്മൾ ആ പ്രശ്നത്തിന് നമ്മളായിട്ട് ആയുസ് കൊടുക്കണം. കാരണം നമ്മൾ വിക്ടിം റോള്, നമ്മളൊരു ഒരു 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 വിക്ടിം എന്ന് പറഞ്ഞാൽ മർദ്ദിതൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വിക്ടിം റോളിൽ ഇങ്ങനെ ഇല്ല. ആ വിക്ടിം റോൾ നമ്മൾ പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് കുഴപ്പം. ഓക്കെ. അപ്പോ സഹോദരന്മാരെ, ഗുഡ് ലക്ക് എന്ന് പറയുന്ന സാധനം, സൗഭാഗ്യം നമ്മൾ പോയി കൊണ്ടുവരേണ്ടതല്ല, നമ്മൾ തെരഞ്ഞു വരേണ്ടതാ. സൗഭാഗ്യം നമ്മളെ തെരഞ്ഞു വരുന്നതാ. നിങ്ങൾ ലോകത്ത് ഏത് പണക്കാരനെടുത്താലും അവന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവന്റെ കഠിനാധ്വാനമായിരുന്നു. അവൻ അറിവ് വെച്ചുകൊണ്ട്, ശക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ദീർഘദൃഷ്ടിയോടുകൂടി, അകലം കണ്ടിട്ട് അറിവുകൾ വെച്ചുകൊണ്ട് കരുനീക്കിയതാണ്. കേരളത്തിലെ വലിയ വലിയ പണക്കാർ 150-200 സൂപ്പർ മാർക്കറ്റ് ഉടമകൾ പേര് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ബിൽഗേറ്റും ഇതുപോലുള്ള ടെസ്ലയുടെ ഓർഡറും എല്ലാം നിങ്ങൾ എവന്റെ ലൈഫ് എടുത്ത് നോക്കിക്കോ. അവരെല്ലാം അവരൊന്നും കൂടുതൽ പഠിച്ചിട്ടില്ലല്ലോ. അവർ പഠിച്ചിട്ടുണ്ട്, കോഴ്സ് കോളേജിൽ ഇല്ലാന്നേ ഉള്ളൂ. അവരുടെ ഇരുന്ന് സംസാരിച്ചു നോക്കുക അവരുടെ കാര്യം. അതുകൊണ്ട് ബുദ്ധിപരമായ, വൈജ്ഞാനികപരമായ, ദീർഘദൃഷ്ടിയോട് കൂടിയ ഉൾക്കാഴ്ച, അതാണ് കിതാബിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഇബ്രാഹിമിനെ കുറിച്ച് അത് പിന്നെ ഇബ്രാഹിം എന്താണ്, പിന്നെ കയ്യൂക്കും കാഴ്ചപ്പാടും. കയ്യൂക്കും കാഴ്ചപ്പാടും. എന്താ ഈ കാഴ്ചപ്പാട് എന്നുള്ള സാധനം? ദാറ്റ്സ് എ വിഷൻ. കാഴ്ചപ്പാട്. കയ്യൂക്കും കാഴ്ചപ്പാടും ഉള്ളവരായിരുന്നവർ അബ്യ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നതാണ് അതൊക്കെ. കയ്യൂക്കും കാഴ്ചപ്പാടും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് കാഴ്ചപ്പാട്, ദാറ്റ്സ് വിഷൻ ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ നോളജ്. അതുകൊണ്ട് ഏത് ധനികന്റെ പിന്നാലും, ഏത് ലക്കി ആളെ പിന്നാലെ നിങ്ങൾ പോയി പരിശോധിച്ചോ, അവന്റെ പിന്നിലൊക്കെ ഉണ്ടാവും. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സദസ്സിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ അത് കൈയടിച്ച് പ്രൊഫസർ, യെസ്, നീ പറഞ്ഞതാണ് എന്റെ യാഥാർത്ഥ്യം. കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ദൃഢജ്ഞാനത്തോടുകൂടി, ബസീറത്തോടുകൂടി, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, ദീർഘദൃഷ്ടിയോടുകൂടി ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടിറങ്ങിയതാണ്. അതിലേറ്റവും വലിയതാണ് അഡ്വാൻസ് ചെയ്യ്, പഠിക്ക്, ജനസമൂഹത്തോടൊപ്പം നീങ്ങ്. അയ്യോ, സൈക്കോളജി കുഫർ, ഇപ്പൊ പുതിയ ടീം ഇറങ്ങിയിട്ടുണ്ട്. സൈക്കോളജി കുഫർ, ഭൗതിക വിദ്യാഭ്യാസം ഹറാം. ഇപ്പൊ ഒരു ചങ്ങാതി ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു, കുട്ടി ജോലി ഉണ്ടായി, അത് രാജിവെപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ പറയാണ് അവർക്ക് ചെലവിന് പൈസ കൊടുക്കാനില്ല വിലയില്. എടീ, നിന്നെ ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവാക്കിയില്ലേ, നിന്നെ ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവാക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നടന്ന് വ്യഭിചരിക്കാതിരിക്കും. അപ്പൊ എന്താ ഇയാൾ പറയുന്നത്? നീ സ്കൂളിൽ പോകുമ്പോൾ അന്യപുരുഷന്മാരെ നിന്നെ കാണൂലേ, അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയില്ലേ എന്നപ്പ ഇയാൾ പറഞ്ഞത്. വേണ്ട, വെടി എന്നല്ല ഇയാളെ പറയുള്ളൂ.
ജോലി ഉണ്ടെങ്കിൽ അന്തസ്സോട് കൂടി ചെയ്ത് കുട്ടികൾക്കുള്ള പിന്നെ ഭക്ഷണത്തിലുള്ള പൈസയായിരുന്നു. ഇപ്പൊ അതില്ല, ബലം കൊണ്ടിട്ട് കഴിയുന്നുമില്ല. പോട്ടെ. അപ്പൊ ഇങ്ങനെ കുറെ പുതിയ അവതാരങ്ങൾ കേരളത്തിൽ, ഇതൊക്കെ സലഫിയത്തിന്റെ പേരിലാണ് കൊണ്ടുവരുന്നത്, സൂക്ഷിച്ചോ. പിന്നെ ഭൗതിക വിദ്യാഭ്യാസം, ആറാം സൈക്കോളജി പഠിക്കാൻ പറ്റും, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സുന്നത്ത്, പിന്നെ ജീവചരിത്രം അല്ലാതെ മറ്റൊന്നും വായിക്കാൻ പാടില്ല. അങ്ങനെ കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഭൗതിക ലോകത്തുണ്ടാകുന്ന വിജ്ഞാനത്തോടൊപ്പം സഞ്ചരിക്കുക. അതുകൊണ്ട് നമ്മള് നമ്മള് അബണ്ടൻസ് എന്ന് വെച്ചാൽ ധന്യത നമ്മുടെ ബർത്ത് റേറ്റ് ആണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു എന്നത് എന്റെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായി ഞാൻ തുടരുന്നു എന്നത് എന്റെ കുറ്റമാണ്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. കഴിഞ്ഞ കാല ജീവിതത്തിന്, തന്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത്രയും ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയും. ഒരു മനുഷ്യനും തന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ലെവലിനേക്കാൾ ഉയരാനോ വളരാനോ ധന്യനാവാനോ പിന്നെ കഴിവുണ്ടാവാനോ കഴിയില്ല. അതുകൊണ്ട് ലൈഫില് ഇപ്പൊ എന്റെ 55 വയസ്സിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. ഉം. ഏറ്റെടുക്കണം. ഇല്ല, അതിനകത്ത് എനിക്ക് ബുദ്ധിയില്ലാത്ത കാലത്ത് മാതാപിതാക്കൾ ആണ്, മാതാപിതാക്കളായിരുന്നു, പക്ഷെ ഞാൻ ഏറ്റെടുക്കുന്നു ആ ദൗത്യം. 55 വയസ്സിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്താൽ എനിക്ക് എന്റെ ഉയരങ്ങളിലേക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. അതുപോലെ ഹാപ്പിനെസ് ഇസ് മൈ ബർത്ത് റൈറ്റ്. സന്തോഷം അതെന്റെ ജന്മാവകാശമാണ്. സന്തോഷം, ധന്യത, ഹാപ്പിനെസ്, അതുപോലെ ഹെൽത്ത്, ആരോഗ്യം, ക്ലിയർ ബുദ്ധി, മനസമാധാനം, ക്ലീൻ ഹാർട്ട്, ഫുൾ പവർ, ഇതൊക്കെ എന്റെ ജന്മാവകാശമാണ്. അത് തിരിച്ചെടുക്കാൻ ഏതാണ് ഞാൻ ക്രിപ്റ്റോസോളജിസ്റ്റ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോസോളജി കേട്ടിട്ടുണ്ട് നിങ്ങൾ? വന്യമൃഗങ്ങളെ മരിക്കുന്ന ഒരു ക്രിപ്റ്റോസോളജിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷന്റെ ക്വാളിഫിക്കേഷനും ഒരു ലൈഫ് പിന്നെ കോച്ചിന്റെ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം ഒരൊറ്റ യൂണിവേഴ്സിറ്റിയാണ് നടക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ 2 PhD എടുത്തത്. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷനിൽ PhD എടുത്തതും ഒരു ലൈഫ് കോച്ചിന്റെ PhD എടുത്തതും. മറ്റൊരു കോഴ്സും കൂടി അവിടെ ഉണ്ട്. അതെന്താണെന്നറിയോ? ക്രിപ്റ്റോസോളജിസ്റ്റ്. ഒരു പുലിയെ, സിംഹത്തെ മരിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ മതം കൊണ്ടല്ല അവൻ മരിക്കുന്നത്. അവൻ മരിക്കുന്നത് ആ മനുഷ്യന്റെ ഉള്ളില് സന്തോഷം മാത്രമേ പാടുള്ളൂ. വിഷമോ, ദുഃഖമോ, സങ്കടമോ, അസൂയ, ദേഷ്യമോ, പാവം ഒന്നും പറ്റൂല. നിങ്ങളൊരു കുതിരന്റെ അടുത്ത് പോയിക്കോ, നിങ്ങൾ ദേഷ്യ സമയത്ത് ധൈര്യം പോയിക്ക്, കുതിര ഒറ്റ ചവിട്ടായിരിക്കും. ഇവിടെ നിങ്ങൾ സന്തോഷവാനല്ലെങ്കിൽ ഒരു പൂച്ച നിങ്ങളെ കൂടെ വന്ന് കിടന്നുറങ്ങൂല. വേണ്ട, നിങ്ങളെ വീട്ടിലെ കുട്ടികൾ നിങ്ങളെ കൂടെ ഇരിക്കൂല, മടിയിൽ വെച്ച് ഇറങ്ങിപ്പോകും. മറ്റു ഹൃദയങ്ങളിലേക്ക്, അത് മൃഗങ്ങളുണ്ടാവട്ടെ മനുഷ്യന്മാരുടെ, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന പോസിറ്റീവായ ഗുണങ്ങൾ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പോസിറ്റീവ് എമോഷൻസ് ആണ് അവരിലേക്ക് കണക്ഷൻസ് ആവുന്നത്. അതുകൊണ്ട് ക്രിപ്റ്റോസോളജിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും പാരനോർമിയ ജിന്നു ശൈത്താനൊക്കെ എന്താ, ഇത് ഓതി ഊതി ഓതി, യെസ്, യൂത്ത് ഓത്തും നമുക്കല്ലേ ഉള്ളൂ, മാപ്പിളർക്കല്ലേ ഉള്ളൂ, അല്ലാത്തവരെന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ പോസിറ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഒരു ശൈത്താൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ പോസിറ്റിവിറ്റി കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാരാസൈക്കോളജിക്കൽ ടെക്നിക്കിലൂടെ ശൈത്താന്മാരെ ഇറക്കി വിടുന്നത് അതാ. ചില ആൾക്കാർ ഇപ്പൊ ഹിന്ദുസിന് ആ മുസ്ലിംസ് ചികിത്സിക്കുന്ന സമയത്ത് can I recite my Quran? ചിലർ ഓക്കെ, ചിലർക്ക് അത് ഒരു ഇഷ്ടമല്ല. ചിലർക്ക് ഖുർആൻ ഓതി കൊടുക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. സോ നോ പ്രോബ്ലം. ഇപ്പം ഇഷ്ടമുള്ളവരുണ്ട്. ഇഷ്ടമുള്ളവർക്ക് തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ ആ ടോപ്പ് പീക്ക് ടൈമിൽ ശൈത്താന്മാരെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ല, അതൊരൊറ്റ ആയത്തിൽ കുറിച്ച് മതി, ഒരൊറ്റ ആയത്തിൽ കുറിച്ച് മതി. മനസ്സിലല്ലേ? അല്ലെങ്കിൽ ഇന്നല്ലദീന ഫത്തനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. അത് കൊടുത്താൽ മതി, ആള് പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ലൈഫ് കോച്ചിന്റെ പേഴ്സണാലിറ്റി വാസ്തവം പറഞ്ഞാൽ ക്രിപ്റ്റോളജിസ്റ്റിനെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ഞാൻ ഈ ലൈഫ് കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നതും അതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത് വ്യക്തമാത്ത കോഴ്സും കോളേജും പിന്നെ സിലബസും ബുക്കും എല്ലാം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം ഇൻഷാ അല്ലാഹ് പറയുന്നത്. യെസ്, നെക്സ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അരമണിക്കൂറുണ്ട്, അത് നമുക്ക് സംസാരിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദി സക്സസ് ഇൻ ഈസ് ഇറ്റ് റിലിജിയൻ? വിജയത്തിന്റെ, ജീവിത വിജയത്തിന്റെ, ദുനിയാവിലെ വിജയത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ദുനിയാവിലെ വിജയത്തിന്റെ രഹസ്യം എന്ത് മതമാണോ എന്ന ചോദ്യം. ഇത് പറഞ്ഞപ്പോ ഒരാളിനോട് ഭയങ്കര തർക്കിച്ച്. അവരുടെ ജീവിതത്തിൽ ഒരാളെ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഇപ്പോ പിന്നെ ആ, എന്താ പറയാ ബിൽഗേറ്റ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തർക്കിക്കണേ. ഞാൻ പറഞ്ഞു ബിൽഗേറ്റ് ഇസ് നോട്ട് ഫോർ വാട്ട്. അദ്ദേഹത്തിന് ബിസിനസ് എംപയർ, ബിസിനസ് സാമ്രാജ്യത്തിന് അറിയപ്പെടുന്ന വ്യക്തിയാ, വിജയിച്ചു. ധന്യതയ്ക്ക് പിന്നെ എന്താ പറയാ ക്യാപിറ്റൽ, അതിൽ അറിയപ്പെടുന്ന വ്യക്തി, അവൻ വിജയിച്ചു. ഓ കുടുംബജീവിതത്തിലല്ല നമ്മൾ അറിയപ്പെടുന്നത്, അവൻ അറിയപ്പെടുന്ന ഒരു വിഷയം ഉണ്ടാവും, അവൻ മുന്നോട്ട് വെക്കുന്ന ചെറിയ വിഷയം, അതിലവൻ വിജയിച്ചു. ആ വിജയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം ലിങ്കൻ, യെസ്, വിജയിച്ച വ്യക്തിയാണ്. അബ്രഹാം ലിങ്കൻ ഒരു കാരുണ്യത്തിന്റെ ആളും കൂടിയായിരുന്നു കേട്ടോ. ഒരു സ്ത്രീ അദ്ദേഹത്തോട് വന്നിട്ട് ഭർത്താവിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പറഞ്ഞപ്പോ
അദ്ദേഹം ഒരു തമാശ ചോദിച്ചു, അയാൾ നല്ല മനുഷ്യനാണോ ചോദിച്ചു. ഓ, അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ ആരോ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അയാൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തത്. അദ്ദേഹം ഈ സ്ത്രീ കരയാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, സഹോദരി കരയില് നിർത്ത്, നീ കരഞ്ഞില്ല ഞാനും കരയോട്ടോ" എന്ന് പറഞ്ഞു. ഇയാൾ തമാശയിൽ പറഞ്ഞു, ഞാനും കരയും, കാരണം അദ്ദേഹം കരഞ്ഞു പോകും. അത്തരം ഒരു കാരുണ്യ മനുഷ്യനായിരുന്നു. യെസ്, അബ്രഹാം ലിങ്കൻ കാഫിറാണ്. നമുക്ക് കാഫിറുകളൊക്കെ ഉപമിക്കാൻ പറ്റുമോ? അത് സലഫിയത്തിനെതിരായിരിക്കില്ലേ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജിനെതിരായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ ചില യമനി ചോദ്യങ്ങളൊക്കെ വരാണ്ട്. വിഡ്ഢികളെ, കൂഷ്മാണ്ഡങ്ങളെ എന്ന് എനിക്ക് അവരോട് പറയാനുള്ളത്. തലയിൽ വല്ലതും ഉണ്ടെങ്കിൽ ചിന്തിക്കുക. ഈ ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുക, അറിവിനോടൊപ്പം സഞ്ചരിക്കുക. അതുകൊണ്ട് അബ്രഹാം ലിങ്കൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഈ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കോൺട്രിബ്യൂഷൻ ഇന്നില്ലെങ്കിൽ ലോകത്ത് പല സംഗതികളും ഇല്ല. അങ്ങനെ പറയാൻ പറ്റൂ? വേറെ ആൾക്കാരല്ല കൊണ്ടുവരില്ല, കൊണ്ടുവരും. പക്ഷെ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീന്റെ കോൺട്രിബ്യൂഷൻ സോ ബിഗ്. ആൻഡ് APJ അബ്ദുൽ കലാം മതപരമായിട്ട് മുസ്ലിമാണ്, പക്ഷെ കുറച്ച് ഓപ്പൺ മൈൻഡിൽ കുറച്ച് ബ്രോഡായിട്ട് കണ്ടിരുന്ന ആളാണ്. അല്ല, അഭിപ്രായ വ്യത്യാസം കൊണ്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഹീസ് എ സയന്റിസ്റ്റ്. ആൻഡ് ഇന്ത്യയിലെ പ്രഥമ പുരുഷനായിട്ടല്ലേ മരിച്ചത്. മരിക്കുന്ന സമയത്ത് ഇത് നോക്കുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇയാൾക്ക് എവിടെ എത്താമായിരുന്നു? മരിക്കുന്ന സമയത്ത് 4 ജോഡി ഡ്രസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. 4 കോടി ഡ്രസ്സ്, 4 × 4 16 PhD. എങ്ങനെ ഉണ്ടായിരുന്നു? 4 ജോഡി ഡ്രസ്സും 16 PhD. മൂപ്പര സമ്പത്ത് എന്തായിരുന്നു? നോളജ്. മൂപ്പര ക്യാപിറ്റൽ എന്തായിരുന്നു? നോളജ്. ഇപ്പൊ എന്തായി? APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഇൻഷാല്ല യൗമുൽ ഖിയാമത്ത് വരെ യൂണിവേഴ്സിറ്റിയുടെ നിലക്കും ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ വന്നത്, യൂണിവേഴ്സിറ്റത്തിന്റെ പേരിൽ. ഇതിലേറെ വലിയ അഡ്വാൻസ്മെന്റ് എന്ത് വേണം? ഇത് എന്തുകൊണ്ട് കിട്ടി? അറിവുകൊണ്ട് കിട്ടി. ആൻഡ് നെപ്പോളിയൻ ഹിൽ നല്ലൊരു പോസിറ്റീവ് തിങ്കറാണ്, ലോകത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ദ പവർ ഓഫ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് 24 വയസ്സായപ്പോഴേക്കും ഞാൻ 2 തവണ വായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇതിനെ ഒരുപാട് സ്വാധീനിച്ച ബുക്കാണ്. നെപ്പോളിയൻ ഹിൽ ബിൽ ഗേറ്റ് വിജയിച്ചതല്ലേ, എലൻ മസ്ക് വിജയിച്ചതല്ലേ, അതുപോലെ പിന്നെ എന്താ പറയാ, സ്റ്റീവ് ജോബ്സ് വിജയിച്ചതല്ലേ, എലൻ മസ്ക് വിജയിച്ചതല്ലേ, ഇന്ദിരാഗാന്ധി വിജയിച്ചതല്ലേ, മഹാത്മാഗാന്ധി വിജയിച്ചതല്ലേ. പിന്നെ ഒരാളെ പേര് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അണ്ണാദുരൈ. എന്തിനാ കൊടുക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമിഴ്നാടിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മരിച്ചപ്പോൾ ജനാസയിൽ പങ്കെടുത്തത് 1,50,000 ആളുകൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മരിച്ചപ്പോൾ 2 ലക്ഷം ആളുകൾ. അന്ന് വിമാനവും വണ്ടിയും സൈക്കിളും പോലും ഇല്ല. അന്നത്തെ കാലത്ത് ആളുകൾ നടന്നു കൂടിയതാണ്. 1969-ൽ 70-ൽ അണ്ണാദുരൈ മരിച്ചപ്പോൾ മെറീന ബീച്ച്, അന്നും വലിയ മെട്രോ ഒന്നും വന്നിട്ടില്ല മദ്രാസിൽ. അവിടെ കൂടിയത് എത്രയായിരുന്നു? 16 മില്യൺ. ഇത് പറഞ്ഞപ്പോ നമ്മളെ ഗ്രൂപ്പിൽ ഭയങ്കര തർക്കം. അപ്പൊ അള്ളാഹു അവരേലേറെ ദുർനാഥരെ ഇഷ്ടപ്പെട്ടൊന്നുണ്ടെന്നല്ല ഇവിടെ വിഷയം. ഇദ്ദേഹം ജനങ്ങളിലുമായിട്ടുണ്ടായിരുന്ന ബന്ധം. 16 മില്യൺ ഗിന്നസ് ബുക്കിൽ ഇത് കടത്തിവിട്ട പിന്നെ വന്നിട്ടില്ല. 160 ലക്ഷം ജനങ്ങൾ, 160 ലക്ഷം ജനങ്ങളിൽ വണ്ടിയും വാഹനമൊക്കെ കുറവുള്ള 1970, ഞാനന്ന് ജനിച്ചിട്ടില്ല, ആ സമയത്ത് മറീന ബീച്ചിൽ ഒരുമിച്ച് കൂടി. എന്തേത്? ഒരൊറ്റ മനുഷ്യന്റെ ജനാസക്ക് മയ്യത്തുസ്കാരം ഉണ്ടായിട്ടുണ്ടാവില്ല, അവിടെ എന്തേപോലെ ചടങ്ങുണ്ടാവുക, എന്തായിക്കോട്ടെ. പക്ഷെ എന്തേത്? അതാണ് ജനമനസ്സിലുണ്ടായിരുന്ന, ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനം. വൈ? അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു. അതുപോലെ നെൽസൺ മണ്ടേല, മദർ തെരേസ, അതുപോലെ പിന്നെ ആമസോണിന്റെ ഫൗണ്ടർ ബ്രൂസ്ലി, കരാട്ടെ ചാമ്പ്യൻ ബ്രൂസ്ലിയുടെ സ്പീഡ് ഇന്നും മിറാക്കിളാണ്. ബ്രൂസ്ലി അമ്പ ഇത് ഒരുത്തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്പ് അവിടുന്ന് വിടുന്ന അമ്പിനെ പിടിച്ചാളാ. വീഡിയോ ആണ് നിങ്ങൾക്ക് ലൈവായിട്ട്. അമ്പ് വിടുന്ന ഒരുത്തരങ്ങനെ നോക്കിയിട്ട് അമ്പിനെ പിടിച്ചാളാ. ഈ ബ്രൂസിന്റെ സ്പീഡ് ഇന്നും മിറാക്കിളാണ്. കരാട്ടെ ലോകത്തിന്, മാർഷൽ ആർട്സ് ലോകത്ത് ബ്രൂസ്ലി ഇന്നും മിറാക്കിളാ. അതുപോലെ സ്റ്റീഫൻ ഹോക്കിൻസ്, വാദം ഇങ്ങനെ അപസ്മാരം പിടിച്ചിട്ട് ഇങ്ങനെ ചെറുപ്പത്തില്, ആള് വലിയ പോയിന്റാ. നിങ്ങൾ ഏതൊരവസ്ഥയിലായാലും നിങ്ങൾക്ക് പഠിക്കുവാനും വളരുവാനും വിജയിക്കുവാനും എവിടെയായാലും അവസരം ഉണ്ടാവും. അതായത് ഇന്നിങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയെന്നാ വിചാരം സയൻസിൽ? സോ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്? വിജയത്തിന്റെ രഹസ്യം എന്താ? വിജയത്തിന്റെ രഹസ്യം, ദുനിയാവിന്റെ വിജയത്തിന്റെ രഹസ്യം ഹെൽത്തി പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് സ്പിരിച്വാലിറ്റീസ്. ശരിയായ വ്യക്തിത്വ മൂല്യങ്ങളും സ്പിരിച്വാലിറ്റി, ആത്മീയതയും. ആത്മീയത എന്ന് കേൾക്കുമ്പോൾ മതം കൊണ്ടേണ്ടല്ലേ. കാരണം എന്താ? എല്ലാ മതത്തിലും ആത്മീയതയുണ്ട്, മതം ഇല്ലാത്തവർക്കും ആത്മീയത ഉണ്ട്. എല്ലാ മതത്തിലും ആത്മീയത ഉണ്ട്, പക്ഷെ എല്ലാ ആത്മീയതയിലും മതമില്ല. അതുകൊണ്ട് മതമുണ്ടോ എന്ന പരിപ്രേക്ഷ്യത്തിലല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ മതപരമായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, അതുപോലെ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഷെയ്ഖ് ബിൻ ബാസിനെയൊക്കെ ഇത്തിബാഅ് ചെയ്ത ഒരാളാണ്.
യെസ്, എന്നാൽ സമുദായത്തിലൊക്കെ എന്ത് ചെയ്യും, അതൊരു മാന്യമായ രീതിയിലൊക്കെ ജീവിച്ചു പോരാറുള്ളൂ. അതുകൊണ്ട് ഗുഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സും സ്പിരിച്വാലിറ്റിയും ഒരു വ്യക്തിയുടെ നല്ല പേഴ്സണാലിറ്റി ഗുണവും അവന്റെ ആത്മീയ മൂല്യങ്ങളും സത്യവും നീതിയും കാരുണ്യവും വിശ്വാസവും പ്രതീക്ഷയും വിട്ടുവീഴ്ചയും ഉദാരമനസ്കതയും ഇങ്ങനെ കുറെ വാല്യൂസ് ഉണ്ട്. എല്ലാ മതത്തിലും പറയുന്ന സാധനമാണിത്. പക്ഷെ മതമില്ലാത്തവർക്കുണ്ട് ഇത് സാധനം. അതുകൊണ്ട് ഇതാണ് ദുനിയാവിന്റെ വിജയത്തിന്റെ രഹസ്യം. പരലോക വിജയത്തിന്റെ രഹസ്യമോ? പരലോക വിജയത്തിന്റെ രഹസ്യം ഈ പറഞ്ഞ സാധനങ്ങൾ പ്ലസ് ശരിയായ മതവിശ്വാസ ആചാരങ്ങളും വേണം. ഈ മതവിശ്വാസവും ആചാരവും ശരിയായതുണ്ട്, പക്ഷെ ഈ ആദ്യം പറഞ്ഞതില്ലെങ്കിലോ അവനെ മോര്യാനാനൊക്കെ പറ്റും, അല്ലെങ്കിൽ അവനെ പള്ളിയിലെ ഇമാമുക്കാനൊക്കെ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തില്ല, ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല. അത്തരക്കാരന്റെ ക്ലാസ്സും കേട്ട് ഇത് കേട്ട് വേദനും കേട്ട് നിങ്ങൾ 24 മണിക്കൂറും കേട്ട് കിടന്നാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദാരിദ്ര്യം നിങ്ങളെ വീട്ടിൽ ഉറപ്പാണ്. അവന്റെ വീട്ടിലുണ്ടാകുന്ന കുടുംബ വഴക്ക് നിങ്ങളെ വീട്ടിൽ ഉറപ്പാണ്. അവന്റെ വീട്ടിൽ അവനുണ്ടാകുന്ന സൊമാറ്റിക് ഡിസീസുകൾ വരെ നിങ്ങൾക്ക് വരാം. പിടിച്ചോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അല്പജ്ഞാനം അമിത ഭക്തി. അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്ന് അറിവ് പഠിക്കുന്നത് കെയർഫുൾ ആയിക്കോ. അതുകൊണ്ട് ഏറ്റവും നല്ല സൊല്യൂഷൻ നല്ല നല്ല സ്കോളേഴ്സിന്റെ ബുക്ക്. അതിന് മലയാളം അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് പോയി പഠിച്ചോളൂ. പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ഒരു 6 മാസം നീ വായിച്ചാൽ മതി, പഠിയും. ഇംഗ്ലീഷ് പുസ്തകം വായിക്കാനുള്ള നിങ്ങൾക്ക് ഗ്രാമർ ഒന്നും വേണ്ട, പുസ്തകം വായിച്ചെടുക്കാനുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയും. അതുകൊണ്ട് നല്ല നല്ല സ്കോളേഴ്സിന്റെ ബുക്ക് ഉണ്ട് ലോകത്ത്. ഇമാം നബിയുടെ, ഇബ്നു ഹജർ അസ്കലാനിന്റെ, ഇബ്നു തൈമിയുടെ, ഇമാം അഹമ്മദിന്റെ, ഇമാം ഷാഫിയുടെ ഗ്രന്ഥം ഉണ്ട് ഇവിടെ. ഇമാം ബർബഹാരിയുടെ ഗ്രന്ഥം, ഇബ്നു റജൽ അബൻ ഹംബലിയുടെ ഗ്രന്ഥം. ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ ചില യമനി ഷെയ്ഖുമാരുടെ ആൾക്കാർക്ക് പറ്റുള്ളൂ. ആ ഷെയ്ഖുള്ള യമനിയ. ഇപ്പൊ പുതിയ കുറെ വേസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, യമനികൾ. ഓരോ വേസ്റ്റേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെതായ ആ ഒരു മണ്ടത്തരത്തിൽ പോയി പതിക്കുന്നത് കാണാനും പറ്റും, ജനങ്ങൾക്ക് സാക്ഷിയാവാനും പറ്റും. അതോടൊപ്പം നല്ല നല്ല സ്കോളേഴ്സിന്റെ ബുക്ക് വായിച്ചാൽ അവരുടെ മുമ്പിലിരുന്ന് അറിവ് പഠിക്കുന്നത് പോലെ അവരുടെ നൂറ് നിങ്ങളിലേക്ക് എത്തും. പണ്ഡിതന്മാരുടെ ഉദ്ധരണി വേണോ നിങ്ങൾക്ക്? ഇബ്നു റജബിന്റെ ഉദ്ധരണി വേണോ? ഇബ്നു ഉസൈമിന്റെ വേണോ? ഇബ്നു തൈമിന്റെ വേണോ? ഇബ്നുൽ ഖയ്യിമിന്റെ വേണോ? ഇവരൊക്കെ പറഞ്ഞ പോയിന്റ് അത്. അതുകൊണ്ട് ഈ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് പഠിക്കുക, വായിക്കുക, വായിക്കുക, പഠിക്കുക എന്നുള്ള സാധനം അതൊരു സംവിധാനം സ്പെഷ്യലാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ പണ്ഡിതന്റെ ബുക്ക് ഇപ്പോൾ വായിച്ചാലും അവന്റെ മുമ്പിലിരുന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് പഠിച്ചതുപോലുള്ള 100 ഇതിലേക്ക് എത്തും. അതുകൊണ്ട് അതെടുത്തോ. ഇപ്പൊ ഏതെങ്കിലും സലായി കലായി മലായി ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വേല കേട്ട് അങ്ങനെ ഒരു ഹരുണ്ടാവും. ഓ, കലായിന്റെ വേല ഞാൻ കുറെ കേട്ടൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹെൽത്തി പേഴ്സണാലിറ്റി ആണെങ്കിലേ നിങ്ങളെ മതം കൊണ്ട് നിങ്ങൾക്ക് ഈഹത്തിലും പരത്തിലും ഒക്കെ ഉപയോഗം ഉണ്ടാവുള്ളൂ. ഈഹത്തിലും പരത്തിലും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്ത് ജിഹാദ് ഷെയ്ത്താനില് ഷെയ്ഖ് ബിൻവാസ് ഷെയ്ഖ് ഇബ്നു തൈമിയ ഉള്ളത്. നമ്മളെ കയ്യിലുള്ള ആയുധം കിതാബും മതവുമാണ്. പക്ഷെ ഇത് പ്രയോഗിക്കുന്ന കരം വീക്കാണെങ്കിൽ ലൈസ വിഷയം ഒരു കാര്യമില്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇബ്നു തൈമിയ പറഞ്ഞു, ഷെയ്ഖ് ബിൻവാസ് പറഞ്ഞത് ഉദ്ധരണി വേണമെങ്കിൽ ഞാൻ തരാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ശക്തി അത് അവന്റെ ഭക്തിയുടെ ശക്തിയല്ല. വ്യക്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ അവരുടെ ഭക്തിക്ക് ശക്തി ഉണ്ടാവും. വ്യക്തിക്ക് ശക്തി ഇല്ലെങ്കിൽ ഭക്തിക്ക് ശക്തി ഇല്ല. അതുകൊണ്ട് ജിഹാദ് ഷെയ്ത്താനും ഷെയ്ത്താന്മാരെ പുറത്താക്കാനും റൊക്കിയയിലൊക്കെ വേണ്ടത് എന്ത് ചെയ്യുക? അതിങ്ങനെ ഏതെങ്കിലും കരിജീരകം വെക്കുന്ന ഒരുത്തൻ അക്കിപ്പഞ്ചർ ഹിജാമിയും കൂടി കൂട്ടി പിന്നെ ഊത് കച്ചവടം കൂട്ടി റൊക്കിയൊക്കെ ഇറങ്ങിയ ഒരുത്തന്റെ കോലം പലരും ഇതുപോലെയാണ്. ഇപ്പൊ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത്തരം ആൾക്കാർ തള്ളിവിടുന്ന ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ചു വിടുന്നത്. അൽഹംദുലില്ലാഹ് ഞാൻ 2, 4, 6 മാസം കെട്ടിമറിഞ്ഞിട്ട് ആ പ്രവർത്തനത്തേക്ക് എടുക്കും. അങ്ങനത്തെ ആളുകൾ ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണമുണ്ട്. കാരണം എന്താ, പല കേസും വൃത്തിയേടാക്കി വിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ശരിയായ വ്യക്തിത്വം അതാണ് ഇമ്പോർട്ടന്റ്. ഇനി പറയാം നമ്മൾ ഈമാൻ കാര്യം. 6 ഈമാൻ കാര്യം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ മുമ്പിൽ കാണുന്ന ഈ പിക്ചർ നോക്കി. ഇവിടെ മണ്ണിനടിയിൽ കാണുന്ന അതിന്റെ വേര്, മുകളിൽ കാണുന്നതിന്റെ മരവും അതിന്റെ ചില്ലകളും. ഈ വേരിനടിയിൽ അതിന്റെ മുരട് ബിലീഫിനകത്ത് അള്ളാഹുവിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ വിശ്വാസം ഒരുത്തരം വിശ്വസിക്കുന്നുണ്ടോ? പരലോകത്തിലോ വിശ്വസിച്ചേ പറ്റൂ. പരലോകത്തിൽ വിശ്വസിക്കാതെ ഒരുത്തരം അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയില്ല. അള്ളാഹുവിൽ വിശ്വസിക്കാതെ ഒരുത്തരം പരലോകത്തും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശ്വാസം, പരലോകത്തിലെ വിശ്വാസം. പിന്നെ 2 സൈഡിലേക്ക് 2 വേരുകൾ. ഉദാഹരണം, ഒന്ന് ഏഞ്ചൽസ് മലക്കളുടെ വിശ്വാസം, മറ്റൊന്ന് ഡിവൈൻ ഫെയ്റ്റ് വിധിയിലുള്ള വിശ്വാസം, ലോഹിൽ മഹ്ഫൂദിൽ വിധിയിലുള്ള വിശ്വാസം. മലക്കളുടെ വിശ്വാസം ഈ പിക്ചർ നോക്കിക്കോട്ടോ. മലക്കളുടെ വിശ്വാസം അതിന്റെ നേരെ അടിയിൽ ഡിവൈൻ ഫെയ്റ്റ്. ഈ ഭാഗത്തോ പ്രവാചക അംബിയ മുർസലികളുടെ വിശ്വാസം, അതിന്റെ അടിയിലോ വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം. ഈ 6 ഈമാൻ കാര്യം ഉണ്ടല്ലോ. ഈ 6 ഈമാൻ കാര്യം നമ്മളിലുണ്ടെങ്കിൽ ആ മരം തെഴുത്ത് പൊങ്ങും. അതാണ് അവന്റെ വിശ്വാസ പ്രകടനമായ ഷഹാദത്ത് വരുന്നത്. അതിന്റെ ബാക്കിയാണ് അവന്റെ വേർഷിപ്പും, പിന്നെ നന്മ ചെയ്യുക, തിന്മ വിരോധിക്കുക, നല്ല ഡെലിവറി ഗ്രേറ്റ്നെസ് വേർഡ്, അവന്റെ സമ്പത്തും ഫൈനാൻസും അവന്റെ മതം എല്ലാം അതാണ് അവന്റെ ഇബാദത്തും ഒക്കെ.
കശജരത്തി തയ്യിബ, ഒരു നല്ല വൃക്ഷത്തോട് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു ഉപമിച്ച ഒരു മരം. ഇതിന്റെ പ്രത്യേകത ഇതിപ്പോ നിങ്ങൾക്ക് അറിയുന്ന സംഗതിയാണ്. അതായത് പിന്നെ ആകാശത്തുള്ള ഗ്രന്ഥം ഉണ്ടല്ലോ, ലൗഹുൽ മഹ്ഫൂദ്, കിതാബ് മുബീൻ എന്ന് പറഞ്ഞ, അതിലുള്ളതാണ് ഈ മലക്കുകൾ നടപ്പാക്കുക. ആകാശത്തുള്ള ഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളതാണ് നടപ്പാക്കും മലക്കുകൾ. ഈ ആകാശത്തുള്ള ഗ്രന്ഥത്തിലെ തത്വങ്ങളും നിയമങ്ങളും, തൗഹീദും സുന്നത്തും ഒക്കെ തത്വങ്ങളും നിയമങ്ങളും നിയമസംഹിതകളും അതിനുള്ള എല്ലാ മൂല്യങ്ങളും ഒരു മനുഷ്യൻ വായിക്കാവുന്ന ഹ്യൂമൻ റീഡബിളായ 604 പേജിൽ ഒതുക്കാവുന്ന ഒരു ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന് വെച്ചതാണ് നമ്മള് ഗ്രന്ഥം. ഇപ്പൊ കയ്യിലുള്ള ഗ്രന്ഥം തൗറാത്തും ഇഞ്ചീലും സബൂറിലൊക്കെ ഉള്ളത് തന്നെയാണല്ലോ ഇതിൽ. പിന്നെ എന്താ പറയാ, മുസദ്ദിഖ് ബൈന യദൈഹിം മുൻവേദത്തിലുള്ളത് സത്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തൗറാത്തിലും ഇഞ്ചീലും സബൂറിലൊക്കെ ഉള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫുർഖാനിലുള്ളത്. ഈ സാധനത്തിന്റെ, അപ്പൊ ആകാശത്തുള്ള ഗ്രന്ഥത്തിന്റെ തത്വങ്ങളും സംഹിതകളും നിയമങ്ങളും ഹുദൂദുകൾ, ശിക്ഷാ രക്ഷാ നിയമങ്ങൾ ഒരു ഹ്യൂമൻ റീഡബിൾ വേർഷൻ ആയിട്ട് ഇവിടെ ഉള്ളതാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലുള്ളത് നടപ്പാക്കുന്ന ആളുകളാണ് അമ്പിയ മുർസലികൾ. അപ്പൊ ആകാശത്തുള്ള ഗ്രന്ഥത്തിൽ നടപ്പാക്കുന്ന മലക്കുകളും അതേ അർത്ഥത്തിലുള്ള അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയ ഈ കിതാബിൽ നടപ്പാക്കുന്ന അമ്പിയ മുർസലികളും. അമ്പിയ മുർസലികൾ എന്നില്ല, ഇന്ന് ഉലമാക്കളും ഉമറാക്കളും, നല്ല രീതിയിൽ ഭരണം നടത്തുന്ന ഭരണകർത്താക്കളും, നല്ല രീതിയിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളും, നല്ല രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഉലമാക്കളും, സജ്ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആകാശത്തുള്ള ഗ്രന്ഥത്തിലും ഇവിടെയുള്ള ഗ്രന്ഥത്തിലും ഒന്നാ. ഇനി ആകാശത്തുള്ള ഗ്രന്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ആ പറ്റിയ മലക്കുകളുടെ വഴി മാറൂലേ? മാറും. അപ്പൊ എന്തായി, ഇവിടെ ഭൂമിയിൽ അതേ തത്വപ്രകാരം ഈ ഗ്രന്ഥത്തിലൂടെ ഇവിടെ ജനങ്ങളും മാറ്റൂലേ, ജനങ്ങളും പ്രവർത്തിക്കൂലേ? ഉണ്ട്. അപ്പൊ ആകാശത്തുള്ള ഗ്രന്ഥത്തിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അത് മലക്കളിലൂടെ മാറും. അത് തന്നെ ലോകത്തുള്ള സജ്ജനങ്ങളിലൂടെ മാറും. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ മനസ്സിലാക്കും. ഇപ്പൊ ഒരുത്തൻ പെട്ടെന്ന് വിചാരിക്കുകയാണ് കെട്ടിത്തൂങ്ങി ചാവണമെന്ന്. ഒരുത്തൻ പെട്ടെന്ന് തീരുമാനിച്ചു, അവന്റെ മനസ്സ് മാറ്റി കെട്ടിത്തൂങ്ങി ചാവണം എന്ന് വിചാരിച്ചു. എന്തായി, ഉടനെ മലക്കുൽ മൗത്ത് വരൂലേ? ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടായിട്ട് കാര്യമില്ല, ഒന്നായിട്ട് ഒരുമിച്ച് മരിച്ചാലും ഈ മലക്കുൽ മൗത്ത് ഒരൊറ്റ ഇതാണ്. മലക്കുൽ മൗത്ത് ഒരാളുള്ളൂ, കുറെ ആളില്ല. ഒരൊറ്റ മലക്ക് ആ ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കും മൂപ്പര് റൂഹിനെ പിടിക്കായിരിക്കും, അവിടുന്ന് ഓടി വന്നിട്ട് ഇവന്റെ റൂഹിനെ പിടിച്ചിട്ട് പോകും. മലക്കിന് പണിയായില്ലേ? കാരണം എന്താ, ഇവന്റെ മനസ്സ് മാറ്റി. മലക്കിന് പണിയായി. അതോടുകൂടി എന്തായി, അവന്റെ കാറ്റ് പോയി. പിന്നെ മനുഷ്യന്മാർക്ക് പണിയായില്ലേ? പിന്നെ അവിടുന്ന് പിന്നെ ആത്മഹത്യ ചെയ്തൊന്ന് കെട്ടി വലിച്ചറുത്ത് ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ മോർച്ചറി കടത്തി, പിന്നെ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടുന്ന് പിന്നെ വരുമ്പോഴേക്കും ഇവിടെ കുഴി റെഡിയാക്കണം, നാട്ടുകാരും വീട്ടുകാരും കൂടണം, മയ്യത്ത് കെട്ടിലെ കൊണ്ടുവരണം, പിന്നെ കുളിപ്പിക്കാനുള്ള വെള്ളം റെഡിയാക്കണം, നാട്ടുകാരൊക്കെ വന്ന്, നാട്ടുകാര് കല്യാണം സൽക്കാരും പിന്നെ കടയിൽ പോലും സ്കൂളിൽ പോലും കോളേജിൽ പോലും ഒക്കെ ഉണങ്ങിയില്ലേ? ജനങ്ങൾക്ക് പണിയായില്ലേ? പണി. അപ്പൊ എന്തായി, ആകാശത്തുള്ള ഗ്രന്ഥത്തിൽ ഒരു മാറ്റം വരുത്തി. എങ്ങനെ? പിന്നെ മനസ്സിൽ മാറ്റം വരുത്തി. അപ്പൊ മലക്കളെ പ്രവർത്തിച്ചു. ഇനിയിപ്പോ ഈ മരണം എന്ന് പറഞ്ഞ ഏതൊരു സംഗതി എടുത്തു ആയിക്കോ, എന്തൊരു സംഗതി നിങ്ങൾ പ്രവർത്തിച്ചോ, എന്തൊരു സംഗതി ഇപ്പൊ എന്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ട്, ഇടിച്ചാൽ പൊട്ടിച്ചാൽ പൊട്ടൂലേ? പൊട്ടും. എന്തൊരു സംഗതി നിങ്ങൾ പ്രവർത്തിച്ചോ. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ മനം മാറ്റം വരുത്തി നമ്മൾ അതാണ് പ്രവർത്തിച്ചാൽ മലക്കുകളെ എപ്പോഴും പ്രവർത്തിക്കുകയാണ്, സജ്ജനങ്ങളൊപ്പം പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാ ഉദാഹരണം പറയാൻ പറ്റും. അപ്പൊ എന്താണ്, എവിടെ ഇത് തുടക്കം? ഇതിനകത്ത് ചെറിയ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, പ്രവർത്തനം ഉണ്ടാകുന്നത് നീയത്ത് കൊണ്ടാണ്. അപ്പൊ ഇവന്റെ നീയത്ത് പിന്നെ ഒറ്റയടിക്ക് എന്താ 24 മണിക്കൂർ കൊണ്ട് ഇപ്പം കവറിൽ ഉള്ളിലെത്തി. അപ്പോ മനസ്സിനകത്തുണ്ടാകുന്ന മാറ്റം മാനത്ത് മാറും. അപ്പൊ ഇതിപ്പോ മാപ്പിളരിക്കല്ലേ ഉള്ളൂ എന്നാ? ഏയ് ഈമാനും അള്ളാഹുവിന്റെ വിശ്വാസം അല്ല. ഏതൊരു മനുഷ്യന്റെ തലന്റെ ഉള്ളിൽ അവന്റെ തല നേരാവണ്ണം നിന്ന് ശരിയാവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ, ശരിയാവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ ഈ 6 ഈമാൻ കാര്യത്തിൽ പറഞ്ഞ ഈ 6 ഈമാൻ കാര്യം 6 ശരിക്ക്. ഈമാൻ കാര്യം 100 കണക്കിനുണ്ട്. ഇസ്ലാം കാര്യം 5 100 കണക്കിനുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാ 6 ഇസ്ലാം കാര്യം 5 അല്ല, അത് 100 കണക്കിനുണ്ട്. അതിൽ മിനിമം എൻട്രി ക്വാളിഫിക്കേഷനാണ് എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ, കബറിൽ നിന്ന് രക്ഷപ്പെടാൻ, നജാത്ത്, വിജയത്തിന്. മാത്രല്ല മുസ്ലിമാണ് എന്നുള്ളതിന്റെ ഈ ദുനിയാവിൽ അവന്റെ നിയമം നടപ്പാക്കാൻ, അവനെ ആരെ കൊണ്ട് കെട്ടിക്കണം, ആർക്ക് കെട്ടിക്കണം, അവൻ സലാം പറയണോ, പറഞ്ഞാൽ മടക്കണോ, അവനെ സൽക്കാരത്തിന് അവനെ അർത്ഥ ഭക്ഷിക്കണോ, അവൻ മരിച്ച അവന്റെ നിവൈത്ത് നിസ്കരിക്കണോ, ഇതിനൊക്കെ ദുനിയാവിലെ പിന്നെ ചടങ്ങുകൾക്കും ദുനിയാവിലെ അവനുമായിട്ടുള്ള ഇടപാടുകൾക്ക് തീരുമാനം എടുക്കാനൊക്കെയാണ് ഈ 5 6 അള്ളാഹ് റസൂൽ ഇങ്ങനെ കൽപ്പിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാ, മനസ്സിലായല്ലേ? അതുകൊണ്ട് ഈ 6 ഈമാൻ കാര്യം ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെ തലയിലുണ്ട്.
ഒരു ദൈവവിശ്വാസം, അത് ദൈവമല്ല, ചിലര് യൂണിവേഴ്സ്, ചിലര് എന്തൊക്കെയോ പറയും, പ്രകൃതി നകൃതി എന്നൊക്കെ പറയും. ആ, എന്തൊക്കെ ഇത് വേറൊരാളെ സൃഷ്ടിച്ചു എന്നില്ല അവന്റെ തലയിലുണ്ട്. മലക്കളുടെ വിശ്വാസം, വേദപുസ്തകത്തിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലും പുണ്യപുരുഷന്മാരിലുള്ള വിശ്വാസം, ഇതിന് ലോകത്തിന് അവസാനം ഉണ്ടെന്നുള്ള വിശ്വാസം, അതുപോലെ പല സംഗതി മുൻകൂട്ടി വിധിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം, അത് ഇസ്ലാമിലുണ്ട്. ലോകത്ത് 25% മുസ്ലിങ്ങളിലെ ഇസ്ലാമിലുണ്ട്, 30% ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, 0.2% ജൂതായുസത്തിലുണ്ട്, 15% ഹിന്ദു മതത്തിലുണ്ട്, ബുദ്ധമതത്തിലുണ്ട്, ജൈന മതത്തിലുണ്ട്. ലോകത്ത് 77% ആളുകളുടെ തലയിലും ചുരുങ്ങിയതുണ്ട്. അല്ലാത്തവരിലും കാണും, പക്ഷെ ഇത്രയും ഞാൻ ഇവിടെ എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അതുണ്ടായാലും ഒരാളെ തല ശരിയാവണം നിൽക്കും, അവന് ശരിക്കും മനസ്സിലാകും. അതല്ലെങ്കിൽ അവന് ശരിക്കല്ല വട്ടായി പോകും. ഈ കോൺസെപ്റ്റ് ഒന്നും ഒരുത്തന്റെ തലയിലില്ലെങ്കിൽ വട്ടായി പോകും. ഈ കോൺസെപ്റ്റ് അവന്റെ തലയിൽ ഉണ്ടാവുമെന്ന് മാത്രമല്ല, അത് ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലും നിലനിൽക്കും, എന്നും പ്രചാരത്തിൽ നിലനിൽക്കും. ഇത് ഈ ഒരു ആശയങ്ങൾ പ്രചാരത്തിൽ നിലനിൽക്കാത്ത ഒരു സമുദായം മുമ്പ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. പക്ഷെ അതിന് നേരാവണ്ണം ആവണമെങ്കിൽ അത് ഇസ്ലാമിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം. അതല്ലെങ്കിൽ അതിൽ എന്തില്ല, ഇതുണ്ടാവില്ല. അവന്റെ തലയൊക്കെ ശരിയായിരുന്നോളും, പക്ഷെ എന്ത് ചെയ്യില്ല, അവന് നജാത്ത്, അള്ളാഹിന്റെ അടുത്തുള്ള സാൽവേഷൻ, മോക്ഷം അവന് കിട്ടൂല. അത് ഇസ്ലാമിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. ബീങ് എ മുസ്ലിം, ഞാൻ അതാ വിശ്വസിക്കുന്നത്, ഞാൻ അതാ പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഇത് ഉണ്ടാവില്ല. ഉണ്ടായാൽ ആ സമുദായത്തിന് ശരിയാവണ്ണം ബുദ്ധി ഉണ്ടാവില്ല, വട്ടായി പോകും. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ദുനിയാവിലുള്ള വിജയത്തിന്റെ രഹസ്യം ഹെൽത്തി പേഴ്സണാലിറ്റി ആൻഡ് റൈറ്റ് സ്പിരിച്വാലിറ്റി, യഥാർത്ഥമായ ഭക്തിയും ശരിയായ ആ, ആ, വ്യക്തിത്വമാണ്. അതെങ്ങനെ വർക്ക് ചെയ്തത്? അവിടെയാണ് ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത്, ഇറാദത്ത് എന്ന് പറയുന്നത്. ആ ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്രവൃത്തിയെ വിജയിപ്പിക്കുന്നത്. ഡെലിബറേറ്റ് ഇന്റന്റ് ഇല്ലാതെ നമ്മൾ കുറെ പ്രവൃത്തി, ഒരു കൂലിപ്പണി വട്ടത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്, പരീക്ഷകളടക്കം. സോ ദ ആക്ട് ഓഫ് ഇന്റൻഷൻ, നമ്മൾ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന അറിവും, ആ അറിവിന്റെ കൂടെയുള്ള ഡിസയറും മെഷിയത്തും, അത് എന്റെ നീയത്ത് ശരിയാക്കിക്കൊണ്ട് ഒരു ഉയർന്ന ശക്തിയിലേക്ക് ഇത് സമർപ്പിക്കുമ്പോൾ അതിനാണ് ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അറിവ്, ആ മഷീയത്ത്, അതിനെ നിയ്യത്ത്, അതൊരു ഉയർന്ന പിന്നെ ഒരു ശക്തിയിലേക്ക്, അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത്. സോ ഫോക്കസിങ് ഓൺ ഒരു ഇന്റൻഷൻ. അതുകൊണ്ട് നമ്മളെ നിയ്യത്തുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെ നിയ്യത്ത് വെച്ചിട്ട് ആ നിയ്യത്തിന് എത്രത്തോളം ഡിറ്റർമിനേഷനോട് കൂടി, ഫോക്കസോട് കൂടി, വൊളിഷൻ, എന്താ പറയാ, വൊളിഷൻ എന്ന് പറയാ, അത്രയും ശക്തമായ ഇന്റൻഷനോട് കൂടിയിട്ട്, എയിം, മിഷൻ, വിഷൻ, ടാർഗറ്റ്, വൊളിഷൻ, ഡിറ്റർമിനേഷൻ, ഫോക്കസ്, പാഷൻ, ഇതോടുകൂടിയ ആ നമ്മളെ നിയ്യത്തിനെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് നടന്നു കിട്ടുന്നത്. നമ്മളെ ആവശ്യം നടന്നു. അതുകൊണ്ട് ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന സാധനമാണ് ഇതിന്റെ. അത് മതമുള്ളവനും ഇല്ലാത്തവനും, മാപ്പിളക്കും അല്ലാത്തവനും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിൽ ഒരു വഴിയിലൂടെ തിരിഞ്ഞാൽ, വലിയ മതമല്ല, അവൻ തിരിഞ്ഞ വഴിയിൽ ഞാൻ അവനെ തിരിച്ചു. അള്ളാഹുവിന്റെ കിതാബിലെ വലിയ മതമല്ല, അതുകൊണ്ട് ഒരു നല്ല വ്യക്തിക്ക് ചീത്തയാവണമെങ്കിൽ ആ നല്ല വ്യക്തി അവന്റെ ഉള്ളിൽ ചീത്തയാകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ചീത്ത ആയിക്കോട്ടെ എന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടാവും. ഒരു ചീത്ത വ്യക്തി നന്നാവണമെങ്കിൽ ഞാൻ നന്നാവണം എന്ന് അവന്റെ ഉള്ളിൽ തീരുമാനം, അപ്പോഴേ അവൻ എന്ത് ചെയ്യുള്ളൂ, അള്ളാഹ് അതിന് പറ്റുന്ന സന്ദർഭം സാഹചര്യം കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് വലിയ മതമല്ല, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അള്ളാഹ് നമ്മൾക്ക് സന്ദർഭം സാഹചര്യം ഒരുക്കി തരും. ആ മാറ്റത്തിനനുസരിച്ച് ഇവിടെ മാറുന്നത് ലൗഹിൽ മഹ്ഫൂദിൽ ഇഫ്സുർ റഹ്മാൻ എന്ന പേജിൽ മാറുകയാണ്. അതുകൊണ്ട് മലക്കളിലൂടെ സംഭവിക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെയാണ് പിന്നെ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി എത്ര സ്ട്രോങ് ആണ്, അത്രത്തോളം നമ്മളെ ഇന്റൻഷനും ഇറാദത്തും പവർഫുൾ ആകും. നോളജ് പവർഫുൾ ആക്കിയാൽ, ഇന്റൻഷൻ ഇറാദത്ത് പവർഫുൾ ആക്കിയാൽ പവർഫുൾ ആയിട്ട്, ഇതാണ് വിജയത്തിന്റെ രഹസ്യം. അപ്പൊ പിന്നെ കൈകൊണ്ടൊരു പ്രവർത്തനം ചെയ്താൽ വിജയിക്കും. അത് പ്രവർത്തിക്കുന്നത് ഇഹലോകത്തും, അതായത് ഭൂമിയിൽ ചെയ്യുന്ന പണി അത് അതേ സാധനം ലൗഹിൽ മഹ്ഫൂദ് നടക്കുന്നുണ്ട്. ലൗഹിൽ മഹ്ഫൂദ് നടക്കുന്ന അതേ സാധനം ഭൂമിയിൽ നടക്കുന്നത്. അതും രണ്ടല്ല, ഒന്നാ, ഒറ്റൊന്ന്. ഇത് കാണാവുന്ന ലോകത്തും മറ്റത് കാണാത്ത ലോകത്തും. കാണാത്ത ലോകത്ത് പറഞ്ഞാൽ കണ്ണുകൊണ്ടെത്താത്തോടത്തല്ല, ഇവിടെ തന്നെയല്ല കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പണി, ഇവിടെ നടക്കുന്ന എന്താണോ അതെല്ലാം ഇവിടെ തന്നെ ലൗഹിൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞ സാധനം അത് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ, അത് കുറെ ദൂരെ എന്നല്ല, അത് ഇവിടെ തന്നെ, മറ്റൊരു വേൾഡിൽ. അതുകൊണ്ടാണ് അതിന്റെ എന്ത് ഉയരങ്ങളിൽ എന്ന് പറയുന്നത്. ബൈത്തുൽ മഅമൂറിന്റെ മേലെ ഇങ്ങനെ പല ഉദാഹരണങ്ങളും വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഇറ്റ് ഈസ് ഇൻ എ നോൺ ഫിസിക്കൽ, മെറ്റാഫിസിക്കൽ, ഗൈബിയായ ലോകത്ത്. ആ ഗൈബിയായ ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ള ലോ
ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയും, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ. ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ ഏരിയ ആണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ്. ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ഏരിയ ആണ് ഈ മെറ്റാഫിസിക്കൽ സ്പിരിച്വൽ വൈബി ആയിട്ട് ലോകം. അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ആത്മാവിൽ ഉണ്ടാകുന്ന പ്രകാശം അത് ഫുൾ പവറിലാണ്. അത് നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല, അത് തടയാനേ പറ്റും. ആ തടയുന്നത് എന്താണ്? നമ്മൾ അറിയാതെ തടഞ്ഞു പോകും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പേടി, വിഷമം, ദുഃഖം, സങ്കടം, അസൂയ, പക, കുശുമ്പ്, വാശി, ദേഷ്യം, വെറുപ്പ്. അതിന് നമ്മൾ ഒഴിവാക്കിയാൽ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ വരുന്നതിനെ പിന്നെ പവർഫുൾ ആയിട്ട് നമ്മളെ ലൗഹിൽ മഹ്ഫൂദിലേക്ക്, കിതാബ് മുബീലേക്ക്, ദ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സിലേക്ക്, അള്ളാഹുവിന്റെ വലിയ കർമ്മ പദ്ധതിയിലേക്ക്, കലാ കതിരിന്റെ പേജുകളിലേക്ക് അത് വിടുന്നത് ബ്രെയിൻ സ്കില്ലിലൂടെയാണ്. ബ്രെയിൻസിൽ അതിന്റെ വൈബ്രേഷൻസ് ബ്രെയിൻ സ്കില്ലിലൂടെയാണ്, ബുദ്ധിയിലൂടെയാണ്. ആ ബുദ്ധി, അതുകൊണ്ടാണ് പറയുന്നത്, അറിവ് പഠിച്ച് ബുദ്ധി വളർപ്പിച്ച് വലുതാക്കി പേഴ്സണാലിറ്റി ശരിയാക്കി ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന കേടുപാടുകൾ തീർത്താൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വലിയ വലിയ ഗ്രേറ്റ് സ്കീം ലെക്കിലേക്കും വലിയ ഉയർന്ന പ്രതലങ്ങളിലേക്ക്, ഉയർന്ന ചാൻസുകളിലേക്ക്, ചോയ്സുകളിലേക്ക് പോയിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് അവിടെയാണ് അത് എത്തുന്നത്. അതാണ് നമ്മുടെ എന്റെ ജീവിതത്തിലും, എന്റെ കുടുംബജീവിതത്തിലും, എന്റെ സമുദായത്തിലും, എന്റെ സമൂഹത്തിലും, എന്റെ ജീവിതത്തിലും, എന്റെ ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് മാറിയാൽ അത് ഒന്നായിട്ട് മാറും. വിധി മാറ്റുന്നത് അങ്ങനെയാണ്. വിധി എവിടെ, ഇങ്ങനെ വിധിയെ മാറ്റുക, അല്ല മാറ്റാൻ വെച്ച വിധിന്റെ മാറ്റാത്ത വിധിന്റെ പലതുണ്ട്. ഞാൻ അർത്ഥത്തിൽ പറഞ്ഞുതരാം എവിടെയാണ് വിധി വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞ സഹോദരന്മാരെ, കാൾ ജങ് ഡീപ് സൈക്കോളജിസ്റ്റിന്റെ ആളാണ്. അദ്ദേഹം പറയുന്ന പോലെ യു ഡോണ്ട് ബിക്കം എ വൈസ്. ഒരു ട്യൂബ് ലൈറ്റിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എൻലൈറ്റ്മെന്റ് കിട്ടും? ഇല്ല. ലൈറ്റിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എൻലൈറ്റ്മെന്റ് കിട്ടൂല. എൻലൈറ്റ്മെന്റ് എപ്പോഴാണ് കിട്ടുക? തന്റെ ഉള്ളിലുണ്ടാകുന്ന തനിക്ക് പോലും അറിയാത്ത നെഗറ്റീവ് ഡാർക്ക് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് എടുക്കുമ്പോഴാണ്. അത് ഞാൻ പഠിച്ചെടുക്കുമ്പോൾ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 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 കാഴ്ചപ്പാടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, അതിന് സ്വന്തമായിട്ട് കഴിയില്ലെങ്കിൽ അവിടെ മറ്റൊരാളെ ഹെൽപ്പാണ്. അതാണ് എന്റെ റോൾ. ഞാൻ നിങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് എന്റെ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് തെറാപ്യൂട്ടിക്കലി ആൻഡ് ഡിസ്കഷൻസ് വഴി പുറത്തേക്ക് വരുമ്പോൾ, അത് വന്നിട്ടില്ലെങ്കിലോ നിങ്ങളുടെ ജീവിതത്തെ ഷെയ്പ്പ് ആക്കുന്നത് അതാണ്. നിങ്ങളുടെ ജീവിതത്തിനെ ആക്കുന്ന നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒടിവുകളും മുറിവുകളും വിള്ളലും ചതവുകളും നമ്മളെ വേടിയും ദുഃഖവും ടെൻഷനും അസൂയും പകയൊക്കെയാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. അത് അൺകോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആക്കിയാൽ ഓട്ടോമാറ്റിക് ജീവിതം മാറും. അപ്പൊ നിങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാത്തോടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തെ ഷെയ്പ്പാക്കുന്നത് അതാണ്. നിങ്ങൾ അതിനെ വിധി എന്ന് വിളിക്കുന്നു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ ഷെയ്പ്പാക്കുന്നതാണ്. ഇതാണ് കാൾ ജങ്ങിന്റെ 100% റൈറ്റ്. ഇൻഷാല്ല ഇതിലെ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, നമ്മൾ പരസ്പരം കണക്റ്റഡാ. നിങ്ങൾ ഞാനൊക്കെ കണക്റ്റഡാ. നമ്മൾ അള്ളാഹുവിന്റെ ലൗഹിൽ മഹ്ഫൂദിലേക്ക് നമ്മൾ എല്ലാവരും ഈക്വലായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവിടെയുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ പുലരുന്നതും അറിയുന്നതും അതൊക്കെ മെറ്റാഫിസിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാ പറയുന്നത് അറിയുകൾ. ശരിക്ക് ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. നമ്മളെ സോഷ്യൽ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇണയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ മക്കൾ എന്തുകൊണ്ട് നമ്മൾ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ മക്കൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മക്കളെ എനിക്ക് അടുപ്പിക്കണം, എന്ത് ചെയ്യണം, ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റും സിങ്ക്രോണിസിറ്റിയും പിന്നെ ഇതുപോലുള്ള സംഗതികളൊക്കെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇതില്ല. സഹോദരന്മാരെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് നമുക്കിത് ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. ലെറ്റ്സ് ഓപ്പൺ. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. യെസ്. ഈ അൺകോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാറിഞ്ഞാല് അത് നമ്മളെ കൊണ്ട് നമ്മളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി എടുത്താൽ കഴിയുമെന്നാ പറഞ്ഞേ. അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് പിന്നെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് അൺകോൺഷ്യസ് നമുക്ക് അറിയില്ല. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ അറിയില്ലെങ്കിൽ എനിക്ക് എന്നിലും എന്തോ സംഗതികളുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഒരാൾക്ക് കള്ള് അല്ലെങ്കിൽ ഇതിനോടൊരു ആഗ്രഹം തോന്നുന്നുണ്ട് വിചാരിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയത് അതിൽ നിന്ന് വേറിട്ട് വരാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ച് അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇയാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ആ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ട്രോമ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയാൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് അതിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ട്? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, പെട്ടെന്ന് പറയാം. ഒരു പെൺകുട്ടി 22 ഓക്കെ. അവളെ കല്യാണം കഴിച്ച് ഹസ്ബൻഡിന്റെ കൂടെ താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇവള് ക്ലാസ്സിലെ പിന്നെ എന്താ പറയാ, ഒരു ക്ലാസ്മേറ്റുകളൊക്കെ കൂടെ ഒരു ടൂറ് സംഘടിപ്പിച്ചു. പോയി. അത് പോയി
ബസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഒരു ആൺകുട്ടി അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് അവൻ പറഞ്ഞു നിന്റെ എന്റെ മടിയിൽ തലച്ച് കിടന്നു പറഞ്ഞു. അവൾക്ക് ഉറക്കം വന്നു, അവിടെ തലച്ച് കിടന്നു. ഇത് വേറൊരു കുട്ടി ഫോട്ടോ എടുത്തു, പുറത്ത് വിട്ട് ഹസ്ബൻഡിന്റെ മൊബൈലിലെത്തി. സ്ട്രേറ്റ് ഒറ്റയടിക്ക് തലാക്ക്. ഈ കുട്ടി നാട്ടുകാരും കൂട്ടുകാരും കൂടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കുടുംബം പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടല്ലേ ഞാൻ സോൾവ് ചെയ്യട്ടെ. കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ എങ്ങോട്ട് വാ അങ്ങോട്ട് വാ വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞാൽ നീ തുറന്നു കൊടുക്കും. അപ്പൊ ഉമ്മ പറഞ്ഞു ഒരു ദിവസം ഇവിടെ ഒരു ഫ്രണ്ട് രാത്രി വന്ന് ഇവിടെ വാല് തുറന്നെടുത്തു, അകത്ത് കയറി ഇരുന്ന് സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വാല് തുറക്കുന്ന പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് നോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഉമ്മ പറഞ്ഞു ആണോ ചോദിച്ചു. യെസ്. എങ്കിൽ കുട്ടിയെ വിട്ടേക്ക്. എന്നാൽ സെക്സ് ലൈംഗിക രോഗമുള്ള ഒരാള് നിങ്ങളെ കുടുംബത്തിലുണ്ട്. ഒന്നുകിൽ ഈ കുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാന്റെ വാപ്പ ഉമ്മ വാപ്പാന്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മായി എളാപ്പ എളേമ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യും? കുടുംബം മാനിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല, ഉണ്ട് പറയതെന്ന് പറഞ്ഞു. സത്യം എന്ന് പറഞ്ഞു തന്നു. അവനും പറഞ്ഞു അവനോടും പറഞ്ഞു. ആ പിന്നെ എന്ത് പറഞ്ഞു അവന്റെ കുടുംബത്തിൽ. അവൻ പറഞ്ഞു എന്റെ കുടുംബത്തിൽ ആരുള്ളത് എനിക്കറിയില്ല. ലാസ്റ്റ് ഇവള് പറഞ്ഞു എന്റെ വാപ്പ ഇതിന്റെ ആളാണ്, വാപ്പ ഞരമ്പ് രോഗിയാണ്. അസ്ലി പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു ആ വാപ്പ എന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോ എന്ന് പറയാൻ പറ്റാത്ത ഒരാൾ ഈ കുട്ടിയെ പിടിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ പോയിന്റ്. അൺകോൺഷ്യസ് മൈൻഡിൽ പുറത്തെടുത്ത് എങ്ങനെ കാണിച്ചു തരാം. നോ എന്ന് പറയാൻ കഴിയാത്ത ഒരു വ്യക്തി, ഒരു പുരുഷൻ ഈ കുട്ടിയെ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു പുരുഷൻ വന്ന് ഇതിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടിയോട് അടുക്കുന്ന സമയത്ത് നോ എന്ന് പറയാൻ കഴിയാത്തത്. അപ്പൊ ഈ കുട്ടിയുടെ ഉമ്മ പറഞ്ഞു എന്റെ വാപ്പ ഒരു ഞരമ്പ് രോഗിയാണ്. അപ്പൊ കുട്ടി പറഞ്ഞു ആ വാപ്പ എന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ് എന്റെ അനിയത്തിയുടെ ഭർത്താവ് ഒരു ഞരമ്പ് രോഗിയാണ്. അപ്പൊ കുട്ടി പറഞ്ഞു അയാളും എന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സംഭവം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ ഈ കുട്ടിക്ക് ആ ആ വിഷയങ്ങൾ പഠിച്ചെടുത്ത് മനസ്സിലാക്കി തെറാപ്യൂട്ടിക്കലി റിമൂവ് ചെയ്ത് കുട്ടിയെ റീബിൽഡ് ചെയ്തപ്പോൾ ആ കുട്ടിയെ ആ വീട്ടിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തത് മാത്രമല്ല എന്തൊരു ചേഞ്ചാണ് ഈ മോൾക്ക് വന്നത്. ഇവൾ ഇത്രയും നല്ല കുട്ടി ഇതുവരെ ആയിട്ടില്ലല്ലോ. പറഞ്ഞ മനസ്സിലായി. ഇതിങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാൻ പറ്റും. ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ കുട്ടി ഇപ്പൊ വേറെ വയസ്സ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു കുട്ടി ഒരു തബിലി മാത്തിന്റെ കോളേജിൽ പഠിക്കാം, ഹിഫുദിന് കൊണ്ടേ ചേർത്തതാ. അവിടുന്ന് അവിടെ കൂടെ വടക്കടിച്ച് അടിച്ച് പിടിച്ച് വന്നതാ. വീട്ടിലിരിക്കാം, കൊറോണയുടെ സമയത്താ. ഞാൻ ഓൺലൈനിലൂടെ നോക്കുമ്പോൾ കുട്ടി ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു കൊറോണ വന്ന വരട്ടെ, ഈ കുട്ടിയെ രക്ഷിക്കലും മസ്റ്റാ. 16 വയസ്സാ. ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് ചെന്നു. മാസ്ക് ഒക്കെ ഇട്ട് 2 മാസ്കും 3 മാസ്കും കയ്യറൊക്കെ ഇട്ട് ചെന്ന് കുട്ടിയോട് ഇരുത്തി സംസാരിച്ചു. സംസാരിച്ച് ഈ കുട്ടിക്ക് ഉമ്മയിൽ നിന്നുണ്ടായിരുന്ന ട്രോമയാണ്. ഈ ഉമ്മ ഈ കുട്ടിയെ കൊണ്ട് സകല പണിയെടുപ്പിക്കും. അനിയത്തി കുട്ടിയൊക്കെ പോകാനുള്ള ചോറ് വെക്കണം, ചോറ്റുപാത്രത്തിൽ ചോറാക്കണം, വാട്ടർ ബോട്ടിൽ വെള്ളമാക്കണം, കുട്ടിയൊക്കെ സ്ഥിരിട്ട് കൊടുക്കണം. ഈ 16 വയസ്സിൽ എടീ നീ ആരാന്റെ വീട്ടിൽ പോകണ്ടല്ലേന്നാ. അതുകൊണ്ട് എല്ലാ പണിയും പഠിപ്പിക്കും. തള്ളകുന്ന നിനക്കത് പഠിത്തൂടെ പണി അവൾ എടുക്കൂല. അവൾക്ക് ഗർഭ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നല്ല കൊറോണ ആയിട്ട്, അപ്പൊ ഗർഭമുണ്ട്. അതുകൊണ്ട് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഇവള് ഇങ്ങനെ ഇരിക്കും. ഈ കുട്ടിയെ ഉച്ചക്ക് ഇത് കിടക്കാൻ പോലും സമ്മതിക്കൂല ഈ തള്ള. ഈ കുട്ടിയെ ഉള്ളിൽ തള്ളയോടുള്ള ദേഷ്യം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് എടുത്തത്. അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ തെറാപ്യൂട്ടിക്കലി ഞാനത് പൊട്ടിച്ചെടുത്തപ്പോഴാണ് ഈ കുട്ടിയെ തിരിച്ചു കിട്ടിയത്. ആ പൊട്ടിച്ചെടുത്ത് ആ കുട്ടി അൽഹംദുലില്ലാ അതേ കോളേജിൽ സ്ഥാപനത്തിൽ പോയിട്ട് വീണ്ടും ജോയിനായി പഠിച്ചു. പിന്നെയും ആ കുട്ടീന്റെ വീട്ടുകാരനോട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നമ്മളെ കുട്ടിയാവട്ടെ ഭാര്യയാവട്ടെ ഭർത്താവായിക്കോട്ടെ, അവരെന്തുകൊണ്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് പുറത്തെടുക്കാതെ നിങ്ങൾ അവരെ ഉപദേശിച്ചിട്ടോ ശിക്ഷിച്ചിട്ടോ ശാസിച്ചിട്ടോ വീട്ടിൽ നിന്ന് വിലക്കിയിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ദേ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ട്രബിൾസ്. അതാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ ഇഗാസത്തുൽ ലഫാൻ മിൻ മസായിദ് ശൈത്താൻ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു കയ്യിമിന്റെ ഗ്രന്ഥമുണ്ട്. അൽ ഫവായിദ് ഉണ്ട്, സിമ്മുൽ ഹവ എന്ന ഗ്രന്ഥമുണ്ട്. ഞാനിതെല്ലാം ഇസ്ലാമിക് ടെസ്റ്റ് മോഡേൺ സൈക്കോളജിയും കൂടിയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ട്രോമ പുറത്തെടുത്ത് ആ ട്രോമ തെറാപ്യൂട്ടിക് സെഷൻസിലൂടെ പുറത്തെടുക്കും. അതിനപ്പുറത്തേക്ക് അതിലുണ്ടാകുന്ന ആ ട്രോമയുടെ നെഗറ്റീവ് എനർജികളെ പോസിറ്റീവ് എനർജി ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്തു കൊണ്ട് കൊടുക്കുന്ന ഡിവൈസാണ് ഹീലിംഗ്. ഇൻഫർമേഷൻ ആണ് മനുഷ്യന്റെ എല്ലാത്തിന്റെ അടിയിൽ എന്നുള്ളതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഇതിന്റെ സ്പീച്ച് ഞാൻ സൈറ്റിൽ വിട്ടിരുന്നു, വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. എന്റെ ഗ്രൂപ്പിൽ വിട്ടിരുന്നു, ഇതിന്റെ സൈറ്റിലും കിട്ടും. യെസ്. സോ
ഇതാണ് ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ ട്രോമ ഉണ്ടെങ്കിൽ ആ ട്രോമ അവിടെ കടന്ന് വർക്ക് ചെയ്യും. അത് ഫിസിക്കലി മൈൻഡിൽ വർക്ക് ചെയ്യും, പെരുമാറ്റ സ്വഭാവത്തിന് വർക്ക് ചെയ്യും, ശരീരത്തിനും വർക്ക് ചെയ്യും. ശരീരത്തിന് വർക്ക് ചെയ്യും. ഇപ്പൊ ഒരു പാമ്പിനെ കണ്ട് പേടിച്ച ട്രോമ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരുപക്ഷെ കയ്യിനോ കാലിനോ ചൊറിച്ചിൽ, പാമ്പിന്റെ അതേ ഡിസൈനിൽ ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ട്രോമ ഒഴിവാക്കി കൊടുക്കുമ്പോൾ ഈ ഡിസീസ് പോവുക. അതുപോലെ ബ്ലീഡിങ് ഇഷ്യൂസ്, പിന്നെ എന്താ പറയാ, പിന്നെ വൈറ്റ് ഡിസ്ചാർജ്, പിന്നെ അതുപോലെ ഒരുപാട് എല്ലാത്തിന്റെ ട്രോമാസ് ഉള്ളിൽ കിടക്കും. അപസ്മാരത്തിന്റെ ട്രോമ ഉണ്ട്. ആ ട്രോമ ഉള്ളിലുണ്ടാകുന്ന മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ ഉള്ളിൽ അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അത് തേടിയെടുക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇഫ് നോട്ട്, പിന്നെ ആ കുട്ടിയെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള ഒരു ലൈഫ് ചേഞ്ചിലൂടെ, ആ കുട്ടിയെ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് ലൈഫ് ചേഞ്ചിലൂടെ, ഇപ്പൊ ഞാൻ ഒരാൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അസുഖമാണ്, ഒരു മോർ ദാൻ 35 അസുഖം, 35 അസുഖം അയാളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അസുഖം എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇപ്പം 1 മന്ത് ആയി ആ അസുഖത്തിൽ നിന്ന് കംപ്ലീറ്റ് അയാളെ രക്ഷിക്കുന്ന രീതിയിൽ എടുത്ത് കൊണ്ടുവന്ന് 1 മന്തോട് കൂടിയിട്ട് അയാളെ പ്രശ്നമെല്ലാം തീർന്നു. അയാൾ പറഞ്ഞു എനിക്കിപ്പോ ആ പ്രശ്നങ്ങളേ ഇല്ല. ഇനി ഏതെങ്കിലും പ്രശ്നങ്ങൾ വല്ലപ്പോഴും വന്നാൽ അതിനെ ആ, അത് അടുത്ത സെഷനിൽ ഞാൻ ഫ്രീ ആക്കി കൊടുക്കുകയാണ്. സോ ഇനി അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന സംഗതികളാണ് നമ്മുടെ ലൈഫിൽ കാൾജങ് പറഞ്ഞതുപോലെ ലൈഫിലെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയി വരുന്നത് ഇതിനകത്തുള്ള സംഗതികളാണ്. യെസ്, പറയുക. എനിബഡി എൽസ്? ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. എന്നാൽ കുറെ കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. അതിൽ നല്ല നല്ല ചോദ്യങ്ങൾ വരും. മാഷാല്ലാ, നല്ല ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് ജെൻസും ഗേൾസും ഒക്കെ വിടുന്നുണ്ട്. നല്ല ചോദ്യങ്ങൾ വരും, അതിന് ആൻസർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ക്ലാസ്സും കോഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൽ നിങ്ങൾ മെമ്പർ അല്ലെങ്കിൽ അതിൽ ഇത് ജോയിൻ ചെയ്തോളൂ. വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ തർക്കവും വിതർക്കവും ഒന്നും ഉണ്ടാവില്ല. ഞാൻ മാത്രമേ അതിന്റെ അഡ്മിനുള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ലാ അതാണല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഓൺലൈനിലായിട്ട് അങ്ങനെ കൺസൾട്ട് ചെയ്യുണ്ടാവും അല്ലേ? പിന്നെ ഓൺലൈൻ തന്നെയാണല്ലോ. ഞാൻ ബാംഗ്ലൂരാണല്ലോ ഇപ്പം. അത് മനസ്സിലായില്ലേ? ശരി. ഒരു ആ 1.5 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ഞാൻ ആ കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഇന്നിപ്പോ അത് പിന്നെ ബയോളജിക്കൽ ആണെങ്കിൽ ഇപ്പൊ സാക്ഷാൽ ശൈത്താനും ജിന്നും പ്രേതം ഭൂതം, വീട്ടിലുണ്ടാകുന്ന ചെറും, വീട്ടിലുണ്ടാകുന്ന ഈ പിന്നെ ഫാൻ കറങ്ങി, ലൈറ്റ് പൊട്ടി, മറ്റേ കസേര കെട്ട് വന്ന്, മരുന്ന് കുപ്പി മാറി, ഇതൊക്കെ ഓൺലൈനിൽ തന്നെ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓൺലൈൻ ചെയ്യാൻ പറ്റും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാനോ? അൽഹംദുലില്ലാ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ 18 വർഷമായി. ഞാൻ ആദ്യം ഈ ജിന്നി ശൈത്താന സിഗർ എന്നൊക്കെ പറഞ്ഞ വിഷയത്തിൽ എത്തിയത്. പക്ഷെ അവിടെ എത്തി അതിന്റെ പക്ഷെ എന്റെ വാപ്പനെ പഠിപ്പിച്ച ഒരു സംഗതി അതായിരുന്നു, ക്വസ്റ്റ് ഫോർ നോളജ്, അറിവിനുള്ള ദാഹം. അതെന്നെ ഇത് എന്തായിരുന്നു, ഇജ്ജ് കൊണ്ടുപോവല്ലേ? അത് എല്ലാം കൂടി എന്തായി, ബാക്കിയായിട്ട് അതിന്റെ സബ്സിഡി ആയിട്ട് ഓരോന്ന് പഠിപ്പിച്ച് ഇപ്പൊ ഞാൻ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തും കൂടെ പഠിക്കുന്നുണ്ട്. ഫിറ്റ്നസ്, ഒരു ജിം ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹെൽത്ത് ട്രെയിനറുടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂട്രീഷ്യസ് കോഴ്സ് ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ. അത് കഴിയുമ്പോൾ അതിന്റെ PhD ഇവിടെ ഈ എങ്ങനെ ശൈത്താനികമായ ഷെറുകൾ, പാരാസൈക്കോളജിക്കൽ പ്രോബ്ലംസ് എങ്ങനെയാണ് മോഡേൺ സൈക്കോളജിയിലൂടെ സോൾവ് ചെയ്യുക എന്നതാണ് ഞാൻ എന്റെ PhDക്ക് തീസിസ് കൊടുത്തത്. ഭാരത് യൂണിവേഴ്സിറ്റി PhDക്ക് എൻറോൾ ആയിട്ടുണ്ട്. എനിക്ക് അവിടെ ഇൻഷാ അല്ലാ എന്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഗൈഡിനെ ഫിക്സ് ചെയ്യേണ്ട പണിയുള്ളൂ. അത് ഇൻഷാല്ല ഫെബ്രുവരി ലാസ്റ്റോട് കൂടി ഞാൻ ചെയ്യും. ഇൻഷാല്ല ഒരു അനക്കർ 4.5 years അത് ചെയ്യും. നമ്മുടെ ലൈഫില് നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ. അപ്പോഴ് അതിന്റെ യഥാർത്ഥ അതായത് ഇത് നെഗറ്റീവ് ആണ്, അതിനൊരു മറുവശം ഒരു തെറ്റാണ്, എന്നാൽ അതിനൊരു മറുവശം ശരി എന്നുള്ള ഒരു ഉത്തരം ഇതാണെന്നുള്ള നമുക്ക് കറക്റ്റ് അതിന്റെ നമ്മൾ ഇത് തെറ്റാണെന്നും ഇതിന് ശരി ഇതാണെന്നും നമുക്ക് അറിയാഞ്ഞിട്ടും പിന്നെ നമുക്കത് തെറ്റിലോട്ട് പോകുന്നതിന്റെ റീസൺ യെസ്, അതെന്താണെന്ന്. അതിന്റെ റീസൺ ആണ് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ആ, ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ആ തെറ്റിലേക്ക് നയിക്കുന്ന എമോഷൻസ് അവിടെ ഉണ്ട്. ആ തെറ്റിലേക്ക് എത്തുന്ന ബിലീഫ് അതിലുണ്ട്. ആ തെറ്റിലേക്ക് എത്തുന്ന ബിലീഫ് അതിലുണ്ട്. അതുകൊണ്ട് അത് അവിടെ കിടക്കുന്നുണ്ട്. അത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ വളർത്തിയ ആരുടെങ്കിലും കെയർ ഗിവേഴ്സിന്റെ ലൈഫിൽ നിന്നുള്ള എമോഷണൽ ട്രാൻസ്ഫറൻസ് ആയിരിക്കും. അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്നാണെങ്കിൽ അത് ഫ്രീ ആക്കി കൊടുത്താൽ മതി. അതല്ല മറ്റൊരാളുടെ പിന്നെ എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണെങ്കിൽ ഇയാളുടെ പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്യുക തന്നെ വേണം. അപ്പോഴേ ഉള്ളൂ ആ ബൗണ്ടറി വയലേഷൻ പോയി. ചെറുപ്പത്തിൽ നടന്ന ബൗണ്ടറി വയലേഷൻ ആണെങ്കിൽ പോലും ആ ബൗണ്ടറി വയലേഷൻ ഇപ്പോൾ തെറാപ്യൂട്ടിക്കലി റിമൂവ് ചെയ്തെങ്കിലേ ഉള്ളൂ അദ്ദേഹത്തിന് പണ്ട് കിട്ടിയ ആ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ.
യാ സോ ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇൻഷാല്ലാ ബറക്കല്ലാ ജസാക്കല്ലാ ഖൈറൻ. ഇൻഷാല്ലാ ഇതിന്റെ വീഡിയോസ് ഞാൻ പകുതി വെച്ചിട്ടാണ് റെക്കോർഡ് തുടങ്ങിയത്. എന്നായിരുന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.